വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ കേക്ക് റെസിപ്പി ആയിട്ടാണ്. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ബർത്ത്ഡേ കേക്കാണ്. വെറും 100 രൂപ മാത്രം ചിലവ് വരുന്ന കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മോള് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. ഓവണോ അതേപോലെ തന്നെ ബീറ്ററോ അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ബോർബണിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലും 1 ഇനോ പാക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 3 പാക്കറ്റ് ബിസ്ക്കറ്റ് ധാരാളമായിരിക്കും. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. 2.5 പാക്ക് ബിസ്ക്കറ്റൊക്കെ ഈ കേക്കിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2.5 പാക്കറ്റ് ബിസ്ക്കറ്റ് ഇട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് ബാറ്ററിൻ്റെ ഒരു പരുവത്തിൽ പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇനോ പാക്കറ്റ് ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇനോ പാക്കറ്റ് ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്താലും മതി. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാറ്റർ ഞാൻ ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുറച്ച് ഉപ്പ് വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കൽ വെച്ചാൽ അതേപോലെ ചെയ്യാം. എന്നിട്ട് ഒരു 25 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 25 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ കേക്ക് ബാറ്റർ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മോൾഡിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കാം. അപ്പോൾ ഇതിൻ്റെ 4ാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് കേക്കിൽ ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 മൂടി ഈ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പേര് എഴുതാനൊക്കെ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനി ഇങ്ങനെ ഒന്ന് ബിസ്ക്കറ്റ് പൊടി ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് എന്തെങ്കിലും എഴുതണമെങ്കിലോ അതേപോലെ ഫ്ലവറൊക്കെ വരയ്ക്കണമെങ്കിലോ ഒക്കെ ഇത് ഈ ഒരു സ്പേസിൽ വരയ്ക്കാവുന്നതാണ്. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടാണ് പേര് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചെറീസും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവണും ബീറ്ററും വിപ്പിംഗ് ക്രീമും ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.